ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരിയോ ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം. ദ്വിതീയ അധ്യായം നമ്മൾ ആരംഭിച്ചത് 6 ബ്രാഹ്മണങ്ങൾ കൂടിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ബ്രഹ്മവിദ്യയാണ് ഇവിടെ പ്രതിപാദന വിഷയമെന്നും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ആർക്കാണോ ഉപാസനാ പ്രകരണങ്ങളിലൂടെ ചിത്തശുദ്ധി ആർജിച്ച് അവർക്ക് വേണ്ടി യാജ്ഞവൽക്യ മഹർഷി പറയാം, ഉപാസന മാത്രം ചെയ്താൽ ആർക്ക് സദ്യോമുക്തി അല്ലെ ജീവൻ മുക്ത അവസ്ഥയിലേക്ക് ഉയരുവാൻ ഇനിയൊരു പുനരാവർത്തി ഇല്ലാണ്ടിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ അശ്വബ്രാഹ്മണം, അഗ്നിബ്രാഹ്മണം ഇത്യാദി ബ്രാഹ്മണങ്ങളിലൂടെ ഉപാസനകളിലൂടെ ആർജിച്ച അധികാരം ബ്രഹ്മവിദ്യാ പ്രാപ്തിക്കായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മവിദ്യാ പ്രകരണം ആരംഭിച്ചു. അതിൽ പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. ഗുരുവായ അജാതശത്രു ശിഷ്യനായ ഗാർഗ്യൻ അല്ലെങ്കിൽ ബാലാഗിക്ക് സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം എന്ന് ബ്രഹ്മവിദ്യാ ഉപദേശം സുഷുപ്തി വിചാരത്തിലൂടെ ഉപദേശിക്കുന്നതായി ആഖ്യായിക രൂപത്തിൽ നമ്മൾ അജാതശത്രു ബ്രാഹ്മണം സാമാന്യമായി കണ്ടു. അതിനുശേഷം യാജ്ഞവൽക്യ മഹർഷി ദ്വിതീയ ബ്രാഹ്മണം, ശിശുബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം ഉപാസന വീണ്ടും ഉപദേശിക്കുകയാണ്. ആർക്കാണോ സത്യസ്യ സത്യം അല്ലെങ്കിൽ ഗാർഗ്യന് ഉപദേശിച്ച ബ്രഹ്മവിദ്യയെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അധികാരത്തിൻ്റെ ന്യൂനത കൊണ്ടാണ്, കുറവ് കൊണ്ടാണ്. അപ്പോൾ ആ അധികാരം വളർത്തിയെടുക്കുവാനായി ശിശുബ്രാഹ്മണത്തിൽ 3 ഉപാസനകൾ കണ്ടു. ഒന്ന് പശുക്കിടാവനെ ശിശുവായിട്ട് ഉപമിച്ചുകൊണ്ട് ഉപാസന. രണ്ടാമത് അക്ഷിപുരുഷൻ, കണ്ണിൽ 7 ദേവതകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ 7 ദേവതകളെ സങ്കല്പിച്ചുകൊണ്ട് അവ യഥാവിധം അവയുടെ ധർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ലോകത്തെ കണ്ടനുഭവിക്കാൻ സാധിക്കുന്നത്. ആ അക്ഷിപുരുഷൻ ഉപാസനയായിരുന്നു ദ്വിതീയമായി രണ്ടാമതായി കണ്ടത്. മൂന്നാമത്തത് സോമയാഗ ഉപാസന. അങ്ങനെ 3 ഉപാസനകൾ ശിശുബ്രാഹ്മണത്തിൽ കണ്ടു. അതിനുശേഷം നമ്മൾ മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിലെത്തി. അവിടെ അതിദൈവം അധ്യാത്മം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മൂർത്തമെന്നും അമൂർത്തമെന്നും തിരിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. പലതന്നെ ഈശ്വരനെ കാണാൻ അല്ലെങ്കിൽ ഉപാസന ചെയ്യാൻ പറഞ്ഞ നമ്മളോട് തന്നെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അത് വേണ്ട, ഞാൻ കുറച്ചും കൂടെ ലളിതമാക്കി തരാം. ഭഗവത് സൃഷ്ടി 2 ഉള്ളൂ. ഒന്ന് മൂർത്ത സൃഷ്ടി, മറ്റൊന്ന് അമൂർത്ത സൃഷ്ടി. ഈ 2ലും ഈശ്വരനെ കാണൂ. ഭഗവാന്റെ മൂർത്ത രൂപമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ അമൂർത്ത രൂപമാണ് ഞാൻ ഈ കണ്ടനുഭവിക്കുന്ന പ്രപഞ്ചം മുഴുവൻ. അതിൽ എൻ്റെ ശരീരം തൊട്ട് സർവ്വജീവികളുടെയും ശരീരവും അല്ലെങ്കിൽ മനസ്സും സ്ഥൂലമായും സൂക്ഷ്മമായും എല്ലാം ഈശ്വര സൃഷ്ടിയാണ്. അവയിലൊക്കെ ദേവതകളെ അടിസ്ഥാനമായി വെച്ചിരിക്കുന്നു. അവ
യഥാവിധം ധർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം അതിൻ്റെ ആ ധർമ്മ വ്യവസ്ഥയിൽ ആ താളത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് മൂർത്താമൂർത്ത ബ്രാഹ്മണം 6ാമത്തെ മന്ത്രം പകുതി വരെ അധ്യാരോപം കണ്ടു. അതിനുശേഷം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ഈ ഉപാസനയൊക്കെ ഇത്രയും പറയുകയല്ലേ, അതുമല്ല ബൃഹദാരണ്യത്തിലേക്ക് എത്തുന്ന ഒരു ഋഗ്യജു സാമ അഥർവണ വേദങ്ങളിലെ മറ്റ് ബ്രഹ്മവിദ്യാ പ്രതിപാദന ഉപനിഷത്തുകളൊക്കെ പഠിച്ചവരാണ്. അപ്പം അനേകം ഉപാസനകൾ ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് ഞാനൊരു എന്താ പറയുക, ഒരു താങ്ങും കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഓർമ്മിപ്പിക്കലും കൂടി ആയിരുന്നു ഈ ഉപാസനകളൊക്കെ. അത് ചെയ്താൽ തീർച്ചയായും ആ സാധകൻ അപവാദത്തിലേക്ക് അല്ലെങ്കിൽ അപവദിക്കാൻ തയ്യാറാകും. അവർക്ക് ഞാൻ അപവാദം പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറഞ്ഞ് 6ാം മന്ത്രത്തിൻ്റെ അവസാനം നമ്മൾ അപവാദം കണ്ടു, അപവാദ പ്രകരണം. അങ്ങനെ ഇതാണ് എനിക്ക് പറയാനുള്ള ആദേശം, അവസാനത്തെ ഉപദേശം. ഈ ബ്രാഹ്മണത്തിലെ അവസാനത്തെ ഉപദേശം സത്യസ്യ സത്യം. ഒരുമിച്ച് പറയാവേ, ഇമ്പോർട്ടൻ്റ് ആണ്. സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാം ഏഷ സത്യം. അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. അവിടെ നമ്മൾ ഇത്രയും കണ്ടതിൽ നേതി നേതി എന്ന നിഷേധ മുഖ ഉപദേശമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാൻ ഇതിനെയൊക്കെ എങ്ങനെ നിഷേധിക്കുമെന്ന്. അപ്പോൾ എപ്പോഴും ഓർക്കണ്ട, നേതി നേതിയും എവിടെ കാണുകയോ കേൾക്കുകയോ മനനം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നത്തിങ് ഈസ് പെർമനൻറ്റ്. അത്രയേ ഉള്ളൂ. ന ശാശ്വതഃ ന ശാശ്വത. അഹം ശരീരം ന ശാശ്വതഃ, മമ ഗ്രഹം ന ശാശ്വതഃ, മമ കളത്രം ന ശാശ്വതഃ, മമ ധനം ന ശാശ്വതഃ, മമ ആരോഗ്യം ന ശാശ്വതഃ, മമ പുത്രപൗത്രാദി എന്തൊക്കെയുണ്ടോ ന ശാശ്വതഃ അല്ലേ. ആ ഒരു ചിന്തനത്തിലേക്കായിരുന്നു യാജ്ഞവൽക്യ മഹർഷി നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. ഇനി നമുക്ക് അടുത്ത ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് അനുമതി ചോദിച്ചുകൊണ്ട് നമുക്ക് തുടരാം. അതാ ശുക്ലയജുർവേദീയ ബൃഹദാരണ്യക ഉപനിഷത്ത് കാണ്വശാഖ പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയാധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. ഞാൻ വീണ്ടും വീണ്ടും പറയും, ചിലർക്ക് ബോറടിക്കും, എന്തിനാണിത് ഈ 1 കിലോമീറ്റർ ദൂരമുള്ള ഹെഡിങ് പറയുന്നത്. പലരും സാമവേദമെന്നാണ് ഇപ്പോഴും പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ശുക്ലയജുർവേദം ദ്വിതീയോധ്യായഃ ചതുർത്ഥ ബ്രാഹ്മണഃ മൈത്രേയി ബ്രാഹ്മണം. നമ്മൾ ആ ഗംഗാജിയുടെ തീരത്ത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. ആ അന്തേവാസികളായി വേണം മനസ്സാ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിന് ഒരു മംഗളാചരണമുണ്ട്, നിങ്ങൾ വെറുതെ കേട്ടാൽ മതി. ഓ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്ധ്യേ. മുമുക്ഷുവായ ഞാൻ, അല്ലയോ ഗുരു, ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എനിക്ക് ബ്രഹ്മാനന്ദമാകുന്ന സുഖത്തെ, ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാധിലക്ഷ്യം ഏവം നിത്യം വിമലമചലം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. എനിക്ക് ബ്രഹ്മാനന്ദത്തെ നൽകണേ എന്ന് സദ്ഗുരുവായ യാജ്ഞവൽക്യ മഹർഷിയോട് നമുക്ക് ചോദിക്കാം, പ്രാർത്ഥിക്കാം. ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. ഇതിൽ എഴുതിക്കോളൂ, ആകെ 14 മന്ത്രങ്ങളാണുള്ളത്. മൈത്രേയി ബ്രാഹ്മണം 14 മന്ത്രങ്ങൾ. ഈ ബ്രാഹ്മണത്തിൻ്റെ പേര്
മൈത്രേയി ബ്രാഹ്മണം. മൈത്രേയി ബ്രാഹ്മണം. മൈത്രേയി എന്നേ ഉള്ളൂ, ദീർഘമില്ല കേട്ടോ. പുസ്തകത്തിൽ ദീർഘം വരും, അതെന്തിനാണെന്ന് നമുക്ക് അവിടെ എത്തുമ്പം പഠിക്കാം. മൈത്രേയീതി എന്നാണ് മന്ത്രം തുടങ്ങുന്നത്. അപ്പോൾ അത് വേണ്ട, ദീർഘമില്ല, പ്ലുതമാണ്. മൈത്രേയി ഹ്രസ്വമാണ്, ഹ്രസ്വം. മൈത്രേയി ബ്രാഹ്മണം. ഇത് നമ്മൾ ഇനിയും പഠിക്കും. അത് എവിടെയെന്ന് വെച്ചാൽ എഴുതിക്കോളൂ. മുനികാണ്ഡം ഇതേ കാര്യം ആവർത്തിക്കും. റെഫറൻസ് ഒന്നും എല്ലാം ഇട്ടിട്ട് എഴുതുക, അല്ലെ അടുത്ത പോയിൻ്റായിട്ട് എഴുതുക. ഒന്ന് 14 മന്ത്രം, ബ്രാഹ്മണത്തിൻ്റെ പേര് മൈത്രേയി ബ്രാഹ്മണം. അടുത്ത പോയിൻ്റ് മുനികാണ്ഡം, പഞ്ചമ ബ്രാഹ്മണം ഉണ്ട്. അതായത് 4.5. മുനികാണ്ഡം എന്ന് വെച്ചാൽ 4 അധ്യായം. നമ്മളിപ്പോൾ പഠിക്കുന്ന 2 അധ്യായം. ഈ 4 അധ്യായത്തിലെത്തുമ്പോൾ പഞ്ചമ ബ്രാഹ്മണം, 5ാം ബ്രാഹ്മണം 4.5. അവിടെ ഇതേ കാര്യം നമ്മൾ പഠിക്കും. പക്ഷെ ഒരു മന്ത്രം ഒന്നുകൂടെ കൂടുതലുണ്ട്. ഇവിടെ 14 ആണെങ്കിൽ അവിടെ 15. അത് നമുക്ക് അവിടെ എത്താൻ യാജ്ഞവൽക്യ മഹർഷി അനുമതി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആവർത്തനമുണ്ട്, ഒരു മന്ത്രം ഇരട്ടിപ്പുമുണ്ട്, അധികമുണ്ട്. മൈത്രേയി ബ്രാഹ്മണം. ഇനി അടുത്ത പോയിൻ്റ് എഴുതിക്കോളൂ. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്ന് സന്യാസ വിചാരം. സന്യാസ വിചാരം. സന്യാസ വിചാരം. സന്യാസ വിചാരം എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനി എന്താണ് സന്യാസം എന്ന്? സന്യാസം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഈ ദേരു കപ്പട ഇടുന്ന, ഈ കാവ്യവസ്ത്രം എടുക്കുന്നതാണ് സന്യാസം. അതേ അല്ല കേട്ടോ. സന്യാസ വിചാരം, അയ്യോ ഞാൻ സന്യാസ വിചാരമാണ് പഠിക്കാൻ പോകുക, അങ്ങനെ വിചാരിക്കല്ലോ. എന്താണ് സന്യാസം? എഴുതിക്കോളൂ. കാമ്യാനാം കർമ്മണാം ന്യാസഃ. ഭഗവത്ഗീത 18ാം അധ്യായം. കാമ്യാനാം കർമ്മണാം ന്യാസഃ ഏവ സന്യാസഃ. അതാണ് സന്യാസം അല്ലേ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് അയച്ചു തരാം ഇതൊക്കെ. കാമ്യാനാം കർമ്മണാം ന്യാസഃ ഏവ സന്യാസഃ എന്ന് വെച്ചാൽ എന്താണ്? കാമ്യമായ കർമ്മങ്ങളെ ആരാണോ, കാമ്യമായ കർമ്മങ്ങളെ എല്ലാറ്റിനെയും ത്യജിക്കുവാനുള്ള, എഴുതിക്കോളൂ, കാമ്യമായ കർമ്മങ്ങളെ എല്ലാറ്റിനെയും ത്യജിക്കുവാനുള്ള മനസ്ഥിതിയെ ആർജിക്കുവാനായി അല്ലെങ്കിൽ നേടിയെടുക്കുവാനായി, രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ആർജിക്കുവാനായി ഉപയോഗിക്കുന്ന സാധനയാകുന്നു സന്യാസം. ഉപയോഗിക്കുന്ന സാധനയാകുന്നു സന്യാസം. കാമ്യമായ കർമ്മങ്ങളെ എല്ലാറ്റിനെയും ത്യജിക്കുവാനുള്ള മനസ്ഥിതിയെ ആർജിക്കുവാനായി ഉപയോഗിക്കുന്ന സാധനയാകുന്നു സന്യാസം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ഉള്ള മറ്റ് നമ്മൾ കാണുന്ന സന്യാസ വിഭാഗത്തിൽ കാണുന്ന അല്ലെങ്കിൽ സന്യാസാശ്രമത്തിലേക്ക് പോകുന്ന അതല്ല. ഇവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് യാജ്ഞവൽക്യ മഹർഷി ഉപയോഗിക്കുന്നത്. കാരണം യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് ഇനി ഞാൻ സന്യസിക്കാൻ പോവുകയാണെന്ന്. അപ്പം നമ്മൾ അറിയണമല്ലോ എന്താണ് സന്യാസം എന്ന്. അപ്പം ആ വിചാരമാണ് കാമ്യാനാം കർമ്മണാം ന്യാസഃ സന്യാസഃ. കാമ്യമായ കർമ്മങ്ങളെ എല്ലാറ്റിനെയും ത്യജിക്കുവാനുള്ള മനസ്ഥിതിയെ ആർജിക്കുവാനായി ഉപയോഗിക്കുന്ന
സാധനയാകുന്നു സന്യാസം. ഇനി അതിൻ്റെ താഴെ എഴുതുക, സന്യാസ വിചാരം എഴുതി, എന്താണ് സന്യാസം എന്ന് എഴുതി. ഇനി അതിൻ്റെ താഴെ എഴുതുക സന്യാസ ലക്ഷണം. സന്യാസ വിചാരമാണ് മെയിൻ പോയിന്റ് കേട്ടോ. ഇനി അടുത്ത സബ് പോയിന്റാണ് സന്യാസ ലക്ഷണം എന്ന് എഴുതുക. അതിൻ്റെ 3 പോയിന്റ് ഉണ്ട്. എന്താണ് സന്യാസ ലക്ഷണം? ഒന്നാമത്തത് നമ്പർ സന്യാസ ലക്ഷണം ഹെഡിങ് ഇട്ടിട്ട് 1 കർമ്മഫലത്യാഗം. കർമ്മഫലത്യാഗം. 2 ഏഷണാത്രയത്യാഗം. കർമ്മഫലത്യാഗം, ഏഷണാത്രയത്യാഗം 2. 3 ജ്ഞാനപ്രാപ്തി അംഗം. ജ്ഞാനപ്രാപ്തി അംഗം. ജ്ഞാനപ്രാപ്തി അംഗം. ഇത് 3 ലക്ഷണം. അതെന്തെന്നൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ പഠിക്കാം. പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. കർമ്മഫലത്യാഗം എന്ന് വെച്ചാൽ കർമ്മയോഗം അല്ലേ. ഞാൻ ലോകഹിതാർത്ഥം, രാഷ്ട്രഹിതാർത്ഥം, ഗുരുവിനോടുള്ള സേവയായി, പരമ്പരയോടുള്ള സേവയായി, ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന എല്ലാ കർമ്മവും, കർമ്മഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതൊക്കെ അല്ല, അത് സന്യാസമാണ് അല്ല. ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെ എവിടെ ഇരുന്നാണെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ചെയ്യുന്ന സർവകർമ്മവുമെങ്കിൽ സന്യാസിയാണ് അവർ. പിന്നെ എന്താണ് ഏഷണാത്രയം? ഏഷണാത്രയം അറിയാം. പുത്രേഷണ, ലോകേഷണ, വിത്തേഷണം, 3 ത്രയങ്ങൾ അല്ലേ. അതിനോടുള്ള ത്യാഗം. ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അവരിൽ നിന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആരാണ്? സന്യാസിയാണ്. പിന്നെ എന്താണ് ജ്ഞാനപ്രാപ്തി അംഗം എന്നുവെച്ചാൽ ജ്ഞാനം നേടുക എന്നത്. ഇവിടെ ജ്ഞാനം എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യാജ്ഞാനം, മോക്ഷജ്ഞാനം. ആ നേടുക എന്നതിന് ഒരു അംഗം. അംഗം എന്ന് വെച്ചാൽ സഹായി. സന്യാസം എന്നത് ജ്ഞാനം നേടിയെടുക്കുവാനുള്ള ഒരു സഹായിയാണ്. അതിന് ടെക്നിക്കലായിട്ട് പറഞ്ഞ വിവിധിഷാ സന്യാസം എന്ന് പറയും. വിവിധിഷാ സന്യാസം എന്ന് പറയും. അതായത് ഞാൻ ഈ വസ്ത്രം ഇടുന്ന സാമ്പ്രദായികപരമായി ഞാൻ സന്യാസം എന്ന ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ക്രിയകളൊക്കെ ചെയ്ത് ഞാൻ എനിക്ക് തന്നെ തർപ്പണം ചെയ്ത് അല്ലേ, എൻ്റെ തന്നെ പിണ്ടകൂട്ടി അല്ലേ, എൻ്റെ ശരീരത്തിനെ ഉപേക്ഷിച്ചു, ഗംഗയിൽ ഉപേക്ഷിച്ചു എന്നുള്ള ഭാവത്തോടുകൂടി അത് സാമ്പ്രദായികമായി സന്യാസ ദീക്ഷ എടുത്തുകൊണ്ട് ജ്ഞാനം നേടുക, ജ്ഞാനത്തിനായി പ്രയത്നിക്കുക. പഠനം, സന്യാസ ദീക്ഷയോട് കൂടിയുള്ള പഠനമാണ് വിവിധിഷാ സന്യാസം. സന്യാസ ദീക്ഷയോട് കൂടിയുള്ള പഠനം, ഗുരുകുലവാസം പഠനം, അതാണ് ജ്ഞാനപ്രാപ്തി അംഗം. ഇത് 3 വേണമെന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല. ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഒന്നുണ്ടേ തന്നെ സന്യാസിയായി കഴിഞ്ഞു അവർ. ഇനി അടുത്ത പോയിന്റ്, ഇത് സന്യാസ വിചാരം കഴിഞ്ഞു. ഇതൊക്കെയാണ് സന്യാസത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അടുത്ത പോയിന്റ് ബ്രഹ്മവിദ്യാ വിചാരം. ബ്രഹ്മവിദ്യാ വിചാരം. ബ്രഹ്മവിദ്യാ വിചാരം. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ബ്രഹ്മവിദ്യാ സാധനാ വിചാരം. ബ്രഹ്മവിദ്യാ സാധന വിചാരം. ബ്രഹ്മവിദ്യാ വിചാരം, ബ്രഹ്മവിദ്യാ സാധനാ വിചാരം. ബ്രഹ്മവിദ്യ നേടിയെടുക്കുവാനായിട്ട് എന്തൊക്കെ സാധനകളാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. ബ്രഹ്മവിദ്യ എങ്ങനെ നേടിയെടുക്കാമെന്ന് ബ്രഹ്മവിദ്യാ വിചാരത്തിൽ പറയും.
അതിനുള്ള സാധനകൾ, സഹായങ്ങളായിട്ട് എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് അത് അടുത്ത ടോപ്പിക്കിൽ പറയും. ബ്രഹ്മവിദ്യ സാധന വിചാരം, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ഇതിന് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം എഴുതിയിരിക്കുന്നത് ഒരുപാടുണ്ട്. എന്താണ് സന്യാസം, എങ്ങനെയാണ് സന്യസിക്കേണ്ടത് ഇത്യാദി ഇത്യാദി കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്തു നിന്നും കോട്ട് ചെയ്ത് പറയുകയാണ്. അതൊക്കെ നമുക്ക് വഴിയേ കുറച്ച് കുറച്ചായിട്ട് കാണാം. ഇനി നമ്മൾ കഥയിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് മറ്റുള്ള ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥയുണ്ടായിരുന്നു. പക്ഷേ ബൃഹദാരണ്യം എത്തിയപ്പോൾ ഇടയ്ക്കൊന്നും പറയാനേ പറ്റുന്നില്ല. കാരണം നമുക്കതിനുള്ള സമയമില്ല, അത്രയും സൂക്ഷ്മമാണ് ബൃഹദാരണ്യം. അപ്പോൾ എന്താ ചെയ്തു, യാജ്ഞവൽക്യ മഹർഷി തന്നെ വിചാരിച്ചു നമ്മൾക്ക് വിഷമിക്കേണ്ട, ബോറടിക്കണ്ട, ഞാൻ എൻ്റെ കഥ തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ചതുർത്ഥ ബ്രാഹ്മണം ആരംഭിക്കുന്നു. യാജ്ഞവൽക്യ മഹർഷിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ആദ്യം തുടക്കത്തിലേ കണ്ടതാണ് അല്ലേ, യജ്ഞവൽക്യ പുത്രം അല്ലേ. യജ്ഞവൽക്യൻ എന്ന ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളില്ലാണ്ടിരുന്ന് അദ്ദേഹം ഭഗവാനോട് വളരെ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. ഭഗവാൻ ആ തപസ്സിൽ സംപ്രീതനായി അങ്ങക്ക് യോഗേശ്വരൻ എന്ന പേരായ വളരെ യോഗ്യ, അത് ജനിക്കുമ്പോഴേ ഗർഭവാസത്തിൽ തന്നെ സിദ്ധനായിരിക്കുന്ന, മുക്തനായിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു പുത്രനെ അങ്ങക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് യജ്ഞവൽക്യനെ അനുഗ്രഹിച്ച് അങ്ങനെ യജ്ഞവൽക്യനുണ്ടായ പുത്രനാണ് യാജ്ഞവൽക്യ മഹർഷി. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി ഗുരുകുലത്തിൽ പോയി പഠിക്കുന്നു. വൈശമ്പായന മഹർഷിയുടെ ഗുരുകുലത്തിൽ പോയി പഠിക്കുന്നു, ബ്രഹ്മവിദ്യ അതിനുശേഷം എന്താണ്, യജുർവേദം പഠിക്കുകയാണ്. യജുർവേദ ശാഖയിൽ അദ്ദേഹം ബ്രഹ്മവിദ്യ അഭ്യസിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ഗുരുകുലത്തിലേക്ക് വരുമ്പം തന്നെ സിദ്ധനാണ്. അപ്പം യാജ്ഞവൽക്യ മഹർഷി വൈശമ്പായനേക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പം വൈശമ്പായന മഹർഷിക്ക് അറിയാം ഇത് നിസ്സാരക്കാരനല്ല, ഭഗവാന്റെ അനുഗ്രഹത്തിനാൽ ഉണ്ടായ സിദ്ധനാണ് എന്നൊക്കെ അറിയാം. അങ്ങനെ ബ്രഹ്മഹത്യാപാപം വരുന്നതും യാജ്ഞവൽക്യ മഹർഷി പോയി സുപ്രിയൻ എന്ന രാജാവിനെ സഹായിക്കുന്നതും ആ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ തിരിച്ച് വരുമ്പോൾ വൈശമ്പായന മഹർഷിക്ക് ആ സുപ്രിയൻ്റെ ബ്രഹ്മഹത്യാപാപം ഏറ്റെടുക്കേണ്ടതായി വരുന്നു. അപ്പോൾ വൈശമ്പായന മഹർഷിക്ക് കോപമുണ്ടായി യാജ്ഞവൽക്യ മഹർഷിയോട് ബ്രഹ്മവിദ്യ തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോൾ അത് അദ്ദേഹം കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഒന്ന് ആലോചിച്ച് നോക്കണം, വൈശമ്പായന മഹർഷിയുടെ ഗുരുകുലത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ഗുരുകുലത്തിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യന്മാരുണ്ടായെന്ന് അത് ഈ ഒരു 10-20 വർഷം മുമ്പ് പലയിടത്തും നടന്നിട്ടുണ്ട്. ആരാന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരുണ്ട്. യാജ്ഞവൽക്യ മഹർഷിയുടെ ആ വൈഭവം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ശിഷ്യന്മാർ, അതായത് സഹപാഠികളായിരുന്നു. ആ സഹപാഠികൾ ആരായി മാറി, ശിഷ്യരായി മാറി. അങ്ങനെ എന്ത് ചെയ്തു, തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ അതിനെ ആ തിത്തിരി പക്ഷി ആക്കുന്നത് പോലും യാജ്ഞവൽക്യ മഹർഷിയാണ്. യാജ്ഞവൽക്യ മഹർഷിയുടെ കമണ്ഡലൂരിരുന്ന ആ മന്ത്രമുഖരിതമായ ജലം തളിച്ച് ആ ശിഷ്യന്മാരെ, സഹപാഠികൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ ഞങ്ങളും വരികയാണ്, വൈശമ്പായന മഹർഷിയുടെ ശിഷ്യരല്ല ഇനി ഞങ്ങൾ യാജ്ഞവൽക്യ മഹർഷിയുടെ എന്ന് പറയുമ്പോൾ ആ എന്നോടൊപ്പം ഗുരുകുലം വിട്ടു വരാൻ തയ്യാറായ ആ ശിഷ്യന്മാരെ ഈ ജലം തളിച്ച് പക്ഷികളാക്കി മാറ്റി, സിദ്ധി നോക്കണം, ആ പക്ഷികളാക്കി മാറ്റി എന്ത് ചെയ്തു, ആ പക്ഷികൾ അദ്ദേഹം വൈശമ്പായന് മടക്കി കൊടുത്ത ബ്രഹ്മവിദ്യയെല്ലാം അവർ കൊത്തിയെടുത്ത് അങ്ങനെ തൈത്തരീയ ശാഖയുണ്ടായി, കൃഷ്ണയജുർവേദമായി ശുക്ലയജുർവേദമായി മാറിയത് കഥയൊക്കെ. അങ്ങനെ ശുക്ലയജുർവേദം യാജ്ഞവൽക്യ മഹർഷി അതിൻ്റെ ശാഖ പിന്തുടർന്നു വന്നു. അതിലൊരുപാട് മന്ത്രങ്ങളും ഉപാസനകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ മഹാവൈഭവം കൊണ്ട്, സാധന കൊണ്ട് അദ്ദേഹത്തിന് സിദ്ധമായി. ആ മന്ത്രങ്ങളൊക്കെ ശുക്ലയജുർവേദത്തിൽ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അങ്ങനെ ശുക്ലയജുർവേദ ശാഖ തുടർന്നു. ഇത് എപ്പോഴാണ് നടക്കുന്നത്, ത്രേതായുഗം എന്ന കാലഘട്ടത്തിൽ.
അപ്പോൾ ത്രേതായുഗത്തിൽ ഇനി നമ്മൾ കഹോല ബ്രാഹ്മണമൊക്കെ എത്തുമ്പം പഠിക്കും. ആ യാജ്ഞവൽക്യ മഹർഷി പിന്നീട് ആ ഗുരുകുലം വിട്ടു വരുമ്പോൾ ഗംഗാ നദിയുടെ തീരത്ത് എന്ത് ചെയ്യുന്നു, വലിയൊരു ആശ്രമം തുടങ്ങുകയാണ്. ബ്രഹ്മവിദ്യാപീഠം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം വന്ന ശിഷ്യന്മാർ പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഭവം അറിഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അനേകം ശിഷ്യ പ്രശിഷ്യ പരമ്പരകളായിട്ട് ആ ബ്രഹ്മവിദ്യാപീഠം വലിയ വിപുലമായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ മഹത്വം ശ്രേഷ്ഠത അറിഞ്ഞുകൊണ്ട് അനേകം രാജാക്കന്മാർ, അനേകം വിദ്വത്സഭകളിലൊക്കെ ഇദ്ദേഹത്തിനെ ക്ഷണിക്കാനായിട്ട് വന്നു. അങ്ങനെ ഡെയിലി ബിസിയായി, എന്നും പ്രവചനം. അദ്ദേഹം വളരെ ഫേമസായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനക മഹാരാജാവ് ഈ വിവരം അറിയുകയാണ്. ജനക മഹാരാജാവ് ആരാണ്? വിദേഹ രാജ്യത്തെ അല്ലേ മിഥില എന്ന രാജ്യത്തെ അല്ലേ രാജാവ് ജനക മഹാരാജാവ് ഇതറിയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജനക മഹാരാജാവ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ വേണമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. കാരണം വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് ഈ വിദ്വത്സഭകൾ നടത്താൻ, ബ്രഹ്മവാദം നടത്താനായിട്ട്, ചർച്ചകൾ നടത്താനായിട്ടും ഇത് പഠിക്കുവാനും വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അനേകം ദിവസവും ജനകസഭയിൽ വിദ്വത്സഭയാണ് നടക്കുന്നത്. അനേകം പണ്ഡിതന്മാർ വന്ന് ചർച്ച, വാദപ്രതിവാദങ്ങൾ നടത്തും. ഇത് വളരെ ഇഷ്ടമായിരുന്നു ജനകന്. അങ്ങനെ എന്ത് ചെയ്തു, ഈ വിദേഹ രാജാവ് ഇങ്ങനെ അറിഞ്ഞു, ഒരു യാജ്ഞവൽക്യ എന്ന മഹർഷിയാണ്, അദ്ദേഹം മഹാ ആളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തിരുന്നു, ഈ വൈശമ്പായന മഹർഷിയിൽ നിന്നും പിണങ്ങി പോന്നല്ലോ. പിണങ്ങിയെന്ന് വെച്ചാൽ ആദരവോടുകൂടി എല്ലാം ഉപേക്ഷിച്ച് പോന്നല്ലോ. അപ്പോൾ സൂര്യഭഗവാനെ ഉപാസിച്ചുകൊണ്ട് ബാക്കി യജുർവേദത്തിൻ്റെ ബാക്കി നമ്പറൊക്കെ നമ്മൾ ആദ്യം പഠിച്ചതാണ്. അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ മധുകാണ്ഡം തുടങ്ങുന്നതിന് മുമ്പേ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ സൂര്യദേവതയെ ഉപാസിച്ചു. അപ്പോഴാണ് വാചസനിയായിട്ട് വന്നു. വാചസനം എന്ന് വെച്ചാൽ അശ്വത്തിൻ്റെ മുഖം. ആ അശ്വത്തിൻ്റെ, കാരണം സൂര്യദേവത ഇങ്ങനെ തിളച്ച് നിൽക്കുകയല്ലേ, അതെങ്ങനെ ഉപദേശിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, സൂര്യദേവത തൻ്റെ ആ സൂര്യരശ്മികളെയൊക്കെ തൻ്റെ തീവ്രതയെക്കുറിച്ച് ഒരു അശ്വത്തിൻ്റെ രൂപം, മുഖം എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു, യാജ്ഞവൽക്യ മഹർഷിക്ക് ആ രൂപത്തിൽ നിന്നുകൊണ്ട് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. അതുകൊണ്ടാണ് ഇതിന് വാചസനീയ സംഹിത, അദ്വൈത വേദം എന്നൊക്കെ ഒരു പേരുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ. അങ്ങനെ അപ്പോൾ അതെല്ലാം ഈ വിദേഹ രാജാവ് അറിഞ്ഞു. ഇതെല്ലാം ഇത്രയും വലിയ ശ്രേഷ്ഠനാണോ, അപ്പോൾ ഞാൻ ഈ ഗുരുവിനെ മടക്കി, ഇത് അറിയാണ്ട് പോകുന്നത് ശരിയല്ല, എന്ത് ചെയ്യണം, യാജ്ഞവൽക്യ മഹർഷി നമ്മുടെ വിദ്വത്സഭയിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ക്ഷണപത്രമൊക്കെ ആയിട്ട് മന്ത്രിമാരെയും എല്ലാവരെയും വിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിലേക്ക് വന്നു. അപ്പം യാജ്ഞവൽക്യ മഹർഷിക്ക് സന്തോഷം, കാരണം 100 കണക്കിന് ശിഷ്യന്മാരുള്ള മഹാഗുരുകുലമാണ്. അതിനെ എല്ലാവരെയും കൂടെ തീറ്റി പോറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇവർ കൃഷി ചെയ്യും, അതൊക്കെയുണ്ട്, പശുക്കളെ നോക്കുന്നുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷെ ആഹാരം വേണ്ടേ, ആശ്രമം എന്നും തത്വമസി എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറില്ലല്ലോ. ശിഷ്യന്മാർക്ക് എന്തൊക്കെ വേണം, അന്നപാനീയങ്ങൾ വേണം, വസ്ത്രം വേണം, കിടക്കാൻ സ്ഥലം വേണം, എല്ലാം വേണ്ടേ. അപ്പം ഗുരുവിൻ്റെ കടമയാണ് ഇത് നോക്കുക എന്ന്, ശിഷ്യന്മാരുടെ സംരക്ഷണം. അപ്പം അന്നത്തെ കാലത്തൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ, എവിടെ ഗുരുകുലം ഉണ്ടോ ആ ഗുരുകുലത്തിനെ സംരക്ഷിക്കേണ്ടത് രാജനീതിയുടെ ആവശ്യമാണ്. അതായത് ആരാണോ ആ ഗുരുകുലം ഇരിക്കുന്ന പരിധിയിലുള്ള പ്രദേശത്തെ രാജാവ്, ആ രാജാവിൻ്റെ ധർമ്മമാണ് ഗുരുകുലത്തിനെ സംരക്ഷിക്കേണ്ടത്. അപ്പം വിദേഹ രാജാവും ദൂരെയാണ്. അപ്പം എന്ത് ചെയ്തു, വിദേഹ രാജാവ് ഇത് അറിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷണിക്കാനായിട്ട് ആളുകൾ വന്നു. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിക്ക് സന്തോഷമായി. കാരണം എന്താ, അവിടെ പോയി ഞാൻ കേട്ടിട്ടുണ്ട് ജനക മഹാരാജാവ് ധാരാളം വിത്തം ദാനം ചെയ്യുന്നവനാണ്. അദ്ദേഹം ഒന്നും നോക്കൂല, കൈയറിഞ്ഞ് അങ്ങ് സഹായിക്കും. അങ്ങനെ ഒന്നും അതിലൊരു
കോംപ്രമൈസ് ഇല്ലാത്ത ആളാണെന്ന് യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയാം. അപ്പോൾ സന്തോഷമായി. കാരണം നമ്മൾ ഇപ്പോൾ അജാതശത്രു ബ്രാഹ്മണത്തെ കണ്ടില്ലേ? അജാതശത്രു പറയുന്നുണ്ടല്ലോ ഗാർഗ്യൻ്റെ അടുത്ത്, ജനകോ ജനകവൈ ജനാധാവന്തീതി എന്ന് പഠിച്ചില്ലേ? ജനക മഹാരാജാവാണ് പൊതുവെ 1000 പശുക്കളെയൊക്കെ കൊടുക്കുന്നത്. കാശി രാജാവായ എൻ്റെ അടുത്ത് ഇത്രയൊന്നും ഇല്ല ഗാർഗ്യ, എന്നാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് 1000 പശുക്കളെ കൊടുത്തില്ലേ? അപ്പം അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു മൈത്രേയി ബ്രാഹ്മണത്തിലേക്ക്. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷി സന്തോഷമായി കേട്ടപ്പോൾ, എൻ്റെ ശിഷ്യരെ സംരക്ഷിക്കാമല്ലോ, ഗുരുകുലം തുടരാമല്ലോ എന്ന് പറഞ്ഞ് ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള വിദ്വത്സഭ നടത്തുന്നു. വലിയ വലിയ ബ്രഹ്മവാദികൾ, പണ്ഡിതന്മാരൊക്കെ ആ സഭയിലുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭാവന വരണം. ജനക സഭ, അവിടെ ഇരുവശത്തും പണ്ഡിതന്മാർ തന്നെ, പണ്ഡിതന്മാർ അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയെ കണ്ടു, നമസ്കരിച്ചു. അപ്പം അദ്ദേഹം കുശലമൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഇതല്ല, ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് ഇത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. അപ്പം ചോദ്യം പൂർത്തീകരിക്കുന്നതിനും, ചോദ്യം എന്താണെന്ന് എവിടെയും പറയുന്നില്ല, കാരണം ആ പൂർത്തീകരിക്കാത്ത ചോദ്യമാണ്. ചോദ്യം മുഴുവനാക്കുന്നതിന് മുമ്പ് യാജ്ഞവൽക്യ മഹർഷി, ജനക മഹാരാജാവ് ആദ്യമേ പറഞ്ഞു, ഇതാണ് വിളംബരം നടത്തുകയാണ്, ഇതിൽ വിജയിക്കുന്നവർക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ, 1000 സ്വർണ്ണ കുളമ്പ് കെട്ടിയ പശുക്കൾ, 1000 വെള്ളി കുളമ്പ് കെട്ടിയ പശുക്കൾ, ധനം ധാന്യം എല്ലാം ആരാണോ, കാരണം ആദ്യമായിട്ട് യാജ്ഞവൽക്യ മഹർഷി വന്ന വിദ്വത്സഭയാണ്. അപ്പം ഇത്രയും കാലം കൊടുത്ത പോലെയല്ല കൊടുക്കുക, അതിലും 100 ഇരട്ടി ദക്ഷിണയാണ് എന്ന് ആദ്യം തന്നെ ജനക മഹാരാജാവ് അനൗൺസ് ചെയ്തു, വിളംബരം ചെയ്തു. അപ്പം ചോദ്യം തുടങ്ങി. ചോദ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തു? യാജ്ഞവൽക്യ മഹർഷി തൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ജനകൻ്റെ ഈ സഭയിൽ നിന്നിറങ്ങി അവിടെ കെട്ടിവെട്ടിരിക്കുന്ന ഈ സ്വർണ്ണക്കുളമ്പ് കെട്ടിയ 1000 പശുക്കളെയും വെള്ളിക്കുളമ്പ് കെട്ടിയ പശുക്കളെയും ധനവും ധാന്യവും അവരുടെ പത്തായത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആയിട്ട് നിങ്ങൾ ഗുരുകുലത്തിലേക്ക് പൊക്കോളൂ, ഞാൻ പുറകെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ അഹങ്കാരമാണെന്ന് സ്വാഭാവികമായിട്ടും വിചാരിക്കുമല്ലോ. അപ്പം എല്ലാ പണ്ഡിതന്മാരും ഇരുന്ന ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പണ്ഡിതന്മാരൊക്കെ ഘോരഘോരം പറഞ്ഞു, ഇത് ഇവിടുത്തെ ന്യായമാണ്, ഇങ്ങനെ ഒരിക്കലും ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരാളെ ഇങ്ങനെ നടക്കാൻ പാടില്ല, ചോദ്യം പൂർത്തീകരിച്ചിട്ട് ചോദ്യത്തിന് മറുപടി വരണം, അങ്ങനെ ചർച്ചയിലൂടെ ആര് വിജയിക്കുന്നോ അവസാനം അവർക്കാണെന്നൊക്കെ പറഞ്ഞു. ജനക മഹാരാജാവിനും കാര്യം മനസ്സിലായി, അദ്ദേഹം ഒരു ശ്രേഷ്ഠനായ ആളാണ്, കാര്യം മനസ്സിലായി. യാജ്ഞവൽക്യ മഹർഷി വെറുതെ ഇതൊന്നും ചെയ്യില്ല, അദ്ദേഹം മഹാസിദ്ധനാണ്, യോഗിയാണെന്നൊക്കെ അറിയാം. ജനക മഹാരാജാവ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ആയിട്ട് ഒരുപാട് പൂർവപക്ഷികൾ വന്നിട്ട് ഇങ്ങനെ തർക്കം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു യാജ്ഞവൽക്യ മഹർഷി? ചോദ്യം പൂർത്തീകരിച്ചില്ലല്ലോ, എവിടെ വച്ചാണോ ചോദ്യം അവസാനിച്ചത് ആ ചോദ്യത്തിനുള്ള പൂർത്തീകരിച്ചു, ആ ചോദ്യം അദ്ദേഹം തന്നെ പൂർത്തീകരിച്ച് അതിനുള്ള മറുപടിയും പറഞ്ഞു. എന്നിട്ട് ആർക്കും ഈ ഉത്തരം പറയാൻ പറ്റുന്നില്ല. ജനക മഹാരാജാവ് അതിൽ വളരെ സംപ്രീതനായി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു മഹാഗുരുവിനെയാണ് കാത്തിരുന്നത്, അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ശിഷ്യപ്പടി. ഇനി നമ്മൾ കഹോല ബ്രാഹ്മണത്തിൽ അത് പഠിക്കും. ജനകനും യാജ്ഞവൽക്യ മഹർഷിയെ ശിഷ്യനായിട്ട് യാജ്ഞവൽക്യ മഹർഷി ജനകനെ ശിഷ്യനായിട്ട് ഏറ്റെടുത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അങ്ങനെ ശിഷ്യനായിട്ട് സ്വീകരിക്കും. എന്നിട്ട് ഓരോ ഉപദേശങ്ങൾക്കും ഓരോ ദക്ഷിണയായിട്ട് കൊടുക്കുകയാണ് ജനക മഹാരാജ്. കാരണം ശിഷ്യപ്പെട്ടു, ഗുരു ഉപസത്തിയൊക്കെ ചെയ്തെങ്കിലും ഞാൻ രാജാവാണെന്നും ഇത്രയും സമ്പന്നനാണെന്നുമുള്ള ഗർവം ജനകനെ വിട്ടുപോയില്ലായിരുന്നു. അപ്പം ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിക്ക് ഫീസ് പോലെ
1 മാസം പഠിപ്പിക്കുന്നതിന് ഇത്ര, 2 മാസം പഠിപ്പിക്കുന്നതിന് ഇത്ര, അല്ലെങ്കിൽ ഓരോ ഉപദേശങ്ങൾക്കും, നമ്മുടെ ഇവിടെ മാസക്കണക്കൊന്നുമല്ല, ഓരോ ഉപദേശങ്ങൾക്കും ഇന്ന സാധനങ്ങൾ, ഞാൻ അങ്ങക്ക് അത് തരാം, ആനയെ തരാം, ചേന തരാം, മാങ്ങ തരാം, ഇത് ചക്ക തരാം എന്ന് പറഞ്ഞ് അത് തരാം ഇത് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഉപാസനകൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കൂടി ജനക മഹാരാജാവിൻ്റെ അധികാരം വളർന്നപ്പോൾ തൻ്റെ തെറ്റ് ജനക മഹാരാജാവിന് തന്നെ മനസ്സിലാകും. അയ്യോ, ഞാൻ ഈ കൊടുക്കുന്നതിനും അപ്പുറത്താണല്ലോ എനിക്ക് ഗുരു തരുന്ന ബ്രഹ്മവിദ്യ, അതുകൊണ്ട് ഞാൻ സർവവും സമർപ്പിക്കുകയാണ്. അവസാനം ആ രാജ്യം, വിദേഹം എന്ന രാജ്യം മുഴുവൻ, അല്ലെ മിഥില എന്ന രാജ്യം മുഴുവൻ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ ജനക മഹാരാജാവ് വെച്ചിട്ട് എന്നെ അങ്ങ് പൂർണ്ണ ദീക്ഷ നൽകി അങ്ങയുടെ ശിഷ്യനാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അപ്പോഴാണ് പൂർണ്ണ ശിഷ്യഭാവത്തിലേക്ക് ജനക മഹാരാജാവ് മാറുന്നത്. ശിഷ്യനായി ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നതും യാജ്ഞവൽക്യ മഹർഷി അപ്പോഴാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നീ ഒന്നും മേടിക്കുന്നില്ല, ഒന്നും എനിക്ക് വേണ്ട, രാജ്യം വേണ്ട, രാജനീതി വേണ്ട, അധികാരം വേണ്ട, ഒന്നും യാജ്ഞവൽക്യ മഹർഷി മേടിക്കുന്നില്ല. അപ്പം ജനക മഹാരാജാവ് പറഞ്ഞു, എനിക്ക് അങ്ങയെ വിട്ടു പിരിയാൻ പറ്റില്ല, അങ്ങില്ലാണ്ട്, ഗുരു ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യും? യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അയ്യോ ഇത് ഇശ്ശിപ്പാടാണ്, എനിക്ക് എൻ്റെ 100 കണക്കിന് ശിഷ്യന്മാർ, എൻ്റെ കാത്യായന ഭാര്യ അവിടെ കാത്തിരിക്കുകയാണ്, ഞാൻ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്, എനിക്ക് മടങ്ങിപ്പോണം, എൻ്റെ സ്വധർമ്മം ചെയ്യാനുണ്ടല്ലോ, അത് ഉപേക്ഷിക്കുന്നത് ശരിയല്ലോ, എനിക്ക് മടങ്ങിപ്പോണമെന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അപ്പോൾ ജനക മഹാരാജാവ് പറഞ്ഞു, അങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല് എന്ന് പറഞ്ഞ്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ ആ യോഗമായ ശക്തി കൊണ്ട് ഒരു മോതിരം കൊടുക്കുകയാണ്. ആർക്ക്? വിദേഹ രാജാവിന്. അങ്ങ് ഈ മോതിരം ധരിച്ചോളൂ, അല്ലേ? ആ മോതിരത്തിൻ്റെ കഥ ഇപ്പോൾ എല്ലാവർക്കും കത്തിക്കാണും. മോതിരം ധരിച്ചോളൂ എന്ന് പറഞ്ഞ് വിദേഹ രാജാവിന് കൊടുത്തു, അല്ലേ? അപ്പോൾ ആ മോതിരം ഇട്ടിട്ട് എപ്പോൾ സ്മരിക്കുന്നു, അല്ലേ? അപ്പം യാജ്ഞവൽക്യ മഹർഷി തൻ്റെ യോഗമായ ശക്തി കൊണ്ട് വിദേഹ രാജാവിൻ്റെ അടുത്ത് വരും. അങ്ങനെ ഇവർ പിന്നെ സംവാദമൊക്കെ തുടരും. അപ്പം വിദേഹ രാജാവിനറിയാം താൻ എപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഈ ശരീരം എപ്പോഴും നിലനിൽക്കില്ല, ഞാൻ രാജാവെന്നുള്ള പദവി മാറും, അടുത്ത രാജാവ് വരും, എൻ്റെ ശരീരം ഉപേക്ഷിക്കണമല്ലോ. അപ്പോൾ അങ്ങ് തന്ന ഈ അമൂല്യ നിധി ഞാൻ ഇതിനെ എങ്ങനെ സംരക്ഷിക്കും, അല്ലേ? ഇതിന് അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറയും, ഇത് സ്വീകരിക്കുവാൻ അധികാരിയായ ഒരാൾ അങ്ങയുടെ മകളായ മൈഥിലിയെ തേടി വരും, അദ്ദേഹത്തിന് കൊടുത്തോളാം പറഞ്ഞു. അങ്ങനെയാണ് ഭഗവാൻ രാമചന്ദ്ര പ്രഭു വിദേഹ രാജ്യത്ത് വരുന്നു. ആ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ ജനക മഹാരാജാവ് ഭഗവാൻ രാമചന്ദ്ര പ്രഭുവിനാണ് യാജ്ഞവൽക്യ മഹർഷി നൽകി ആ മോതിരം കൊടുക്കുന്നത്. പിന്നെ അങ്ങനെയാണ് എന്താണ്, പിന്നെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോവല്ലോ, ലങ്കയിലേക്ക് പോവല്ലോ. അപ്പോൾ ഹനുമാൻ സ്വാമിജിയുടെ അടുത്ത് ആ അടയാളമായി ഭഗവാൻ രാമചന്ദ്ര പ്രഭു ഈ യാജ്ഞവൽക്യ മഹർഷി വിദേഹ രാജാവിന് കൊടുത്ത്, വിദേഹ രാജാവ് ഭഗവാന് കൊടുത്ത ആ മോതിരമാണ് ഹനുമാൻ സ്വാമിജിക്ക് കൊടുക്കുന്നത്. ഹനുമാൻ സ്വാമിജി അതുമായിട്ട് സീതാമാതാവിൻ്റെ അടുത്ത് പോയി, പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ. അപ്പം അങ്ങനെയാണ് ജനക മഹാരാജാവും യാജ്ഞവൽക്യ മഹർഷിയും തമ്മിലുള്ള ഗുരു ശിഷ്യ ബന്ധം. നമുക്ക് വീണ്ടും മടങ്ങി വരാം മൈത്രേയി ബ്രാഹ്മണത്തിലേക്ക്. ഈ വിദ്വത്സഭ നടക്കുകയല്ലേ? ഇപ്പം വിദ്വത്സഭ നമ്മൾ പറഞ്ഞല്ലോ, അല്ലേ? ആ വിദ്വത്സഭയിൽ വിദേഹ രാജാവിൻ്റെ മന്ത്രിയാണ് മൈത്രേയിയുടെ പിതാവ്. ആരാണ്? ഈ ജനക മഹാരാജാവിൻ്റെ മന്ത്രിയാണ് മൈത്രേയിയുടെ പിതാവ്. അപ്പോൾ മന്ത്രിമാരും എല്ലാവരും ഇരിക്കുവാണല്ലോ. അപ്പം ഈ മൈത്രേയി വളരെ എന്താ പറയുന്നത്, ശ്രേഷ്ഠയായിരുന്നു, ബ്രഹ്മവാദിനിയായിരുന്നു. മൈത്രേയി ഋഗ്വേദ പണ്ഡിത എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം തൻ്റെ അച്ഛൻ മന്ത്രിയാണല്ലോ. അപ്പം പിതാവ് വന്ന് പറഞ്ഞു, മോളെ നാളെ ഇങ്ങനെ യാജ്ഞവൽക്യൻ എന്ന് പറഞ്ഞൊരു വലിയൊരാൾ വരുന്നുണ്ട്,
നമ്മുടെ ജനക മഹാരാജാവ് ക്ഷണിച്ചിട്ട് വരികയാണ്. അപ്പം വലിയ സിദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. അപ്പം മൈത്രേയി പറഞ്ഞു, അയ്യോ അച്ഛാ, ഇങ്ങനെ ഒരാളാണ് വരുന്നത്, അപ്പോൾ ഞാനും കൂടെ വന്നോട്ടെ ഈ യുദ്ധസഭയിലേക്ക്, എനിക്കും ഇത് കാണണം എന്ന് പറഞ്ഞ് ബാല്യം വിട്ട് കൗമാരത്തിൽ യൗവനത്തിലേക്ക് പോയിട്ടില്ല. ആ ഒരു പ്രായത്തിലാണ് മൈത്രേയി വിദേഹ രാജ്യത്ത് തന്നെ ഋഗ്വേദം മുഴുവൻ ഗുരുകുലത്തിൽ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. അപ്പം അറിയാമല്ലോ മകളുടെ ശ്രേഷ്ഠത ഈ മന്ത്രിയായ അച്ഛനും അറിയാം. അപ്പം പിതാവ് പറഞ്ഞു, ആ ശരി നീയും വന്നോളൂ എന്ന് പറഞ്ഞ് യുദ്ധസഭയിലേക്ക് വന്നു. അപ്പം യാജ്ഞവൽക്യ മഹർഷി തൻ്റെ മുന്നിലിരിക്കുന്ന സകല വിദ്വാൻമാരെയും വാദത്തിൽ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് മൈത്രേയിക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മൈത്രേയിക്ക് മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഋഗ്വേദം അല്ലേ പഠിച്ചു, ഋഗ്വേദം അല്ലേ എനിക്കറിയുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് പഠിക്കണം, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മൈത്രേയിക്ക് യാജ്ഞവൽക്യ മഹർഷിയുടെ സംവാദം കേട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പഠിക്കണം, യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യയാകണം എന്ന് പിതാവിൻ്റെ അടുത്ത്, അതായത് ജനക മഹാരാജാവിൻ്റെ മന്ത്രിയുടെ അടുത്ത് ഈ മൈത്രേയി എന്ന മകള് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, കുട്ടി, നിന്നെ ഞാൻ 8 വയസ്സിൽ ഗുരുകുലത്തിൽ വിട്ട് നീ ബാല്യം മുഴുവൻ ഗുരുകുലത്തിൽ 12 വർഷം ഗുരുകുലവാസം കഴിഞ്ഞ് നീ പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ച് വന്ന കുട്ടിയാണ്. ഇനി ഞാൻ എങ്ങനെ ഈ 16 വയസ്സ് നിന്നെ വീണ്ടും കൊണ്ട് ഗുരുകുലത്തിൽ ചേർക്കും? അതെവിടെയും നടക്കുന്ന കാര്യമല്ല അല്ലേ, അത് എല്ലാത്തിനും ഒരു സമയമില്ലേ. നിൻ്റെ ഗുരുകുലവാസം അല്ലെങ്കിൽ പഠനം അവസാനിച്ചതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇനി നിനക്ക് വിവാഹപ്രായമായി, ഈ വിവാഹപ്രായമായ ഒരു യുവതിയെ ഞാൻ എങ്ങനെയാണ് വീണ്ടും ഗുരുകുലത്തിൽ അയക്കുക? പിതാവെന്നുള്ള എൻ്റെ കടമയില്ലേ എനിക്ക്, അപ്പം ഞാൻ അതല്ലേ ഇനി നിൻ്റെ വിവാഹമാണ് എൻ്റെ ധർമ്മം, അതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഈ മൈത്രേയിയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞു. അപ്പോൾ മൈത്രേയി എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നില്ല. എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ബ്രഹ്മവിദ്യയാണ് വേണ്ടത് എന്ന് പിതാവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യൂ, യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് തന്നെ ചോദിക്കാം, നമുക്ക് എന്താ ഇങ്ങനെ ഒരു വലിയ സമസ്യ വന്നിരിക്കുകയല്ലേ, യാജ്ഞവൽക്യ മഹർഷിയോട് തന്നെ ചോദിക്കും. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ്, പിതാവ് പറയുന്നതാണ് ശരി, ഈ പ്രായത്തിൽ ഗുരുകുലവാസമല്ല വേണ്ടത്, എന്താണ് വേണ്ടത്, വിവാഹമാണെന്നൊക്കെ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കൂടെ പോരൂ, എൻ്റെ ഭാര്യയുണ്ട് കാർത്യായനി എന്ന് പറഞ്ഞ ഗുരുകുലത്തിലുണ്ട്, അവരുടെ അടുത്ത് ചോദിക്കൂ, ഈ യുവതിയെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുവാൻ സമ്മതിക്കുവോ? അവരുടെ സമ്മതമാണ് വേണ്ടത്, കാരണം അത് ഗുരുകുലത്തിനും അപമാനമാണ്, നിൻ്റെ ഭാവിക്കും ഇത് വിഘ്നമാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിയോട് പറഞ്ഞു. കാരണം നിനക്കിനി വിവാഹം കഴിച്ച് പോകണ്ടേ, അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ എന്ത് ചെയ്തു, മൈത്രേയി കാർത്യായനിയുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, കാർത്യായനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സമസ്യയിലാണ്, എന്നെ രക്ഷിക്കണം, എനിക്ക് വേറൊന്നും വേണ്ട, അദ്ദേഹത്തിൻ്റെ പത്നിയാവുകയോ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വിവാഹമോ ഒന്നും വേണ്ട, അങ്ങയുടെ സ്ഥാനമോ അല്ലേ, ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയുടെ സ്ഥാനമോ സമ്പത്തോ ഒന്നും വേണ്ട, എനിക്ക് ബ്രഹ്മവിദ്യ പഠിച്ചാൽ മതി എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം കാർത്യായനിക്ക് മനസ്സിലായി, ഇത് സാധാരണ ഒരു സ്ത്രീയല്ല, അവർക്കൊരു ഭോഗത്തിനോടുമല്ല താല്പര്യം, അവർക്ക് സിൻസിയറാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് കാർത്യായനി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഈ മന്ത്രിയായ അച്ഛൻ സമ്മതിക്കുന്നില്ല. കാരണം എൻ്റെ മകൾക്ക് വിവാഹമാണ് ഇനി അടുത്തത്, ഞാൻ ബാല്യത്തിൽ ചെയ്യേണ്ട ഗുരുകുലവാസമൊക്കെ കൊടുത്തതാണ്, ഇനി ഒരു ഗുരുകുലവാസം കൊടുത്ത് ഇനി എത്ര വർഷം പഠിക്കേണ്ടി വരും? അപ്പോൾ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയാലോ, അപ്പോൾ എൻ്റെ മകൾക്ക് ഇനി ഒരു വിവാഹം കിട്ടാണ്ട് പോകും. പിതാവെന്നുള്ളത്, പിതാവിൻ്റെ ധർമ്മമാണ് പുത്രിയെ സംരക്ഷിക്കേണ്ടത് അല്ലേ.
അപ്പോൾ ആ സംരക്ഷണം ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ബ്രഹ്മഹത്യാ പാപമുണ്ടാകും, അധർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ല എന്ന് ഇവരൊക്കെ സമ്മതിച്ചു. കാർത്യായനി സമ്മതിച്ചു, പിന്നെ മറ്റുള്ളവരൊക്കെ സമ്മതിക്കുകയാണ്. പക്ഷെ പിതാവ് സമ്മതിക്കുന്നില്ല. അപ്പോൾ സമയമായല്ലേ, നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. അങ്ങനെ സമ്മതിക്കുന്നില്ല. അപ്പോൾ കാർത്യായനിയാണ് പറയുന്നത്, ശരി ലീലാജി വീഡിയോ ഓൺ ചെയ്യൂ. കാർത്യായനിയാണ് പറയുന്നത്. കാർത്യായനി എന്ത് പറയും? ഈ പിതാവിൻ്റെ അടുത്ത് പറയും, അങ്ങേ വിഷമിക്കേണ്ട, അങ്ങേക്ക് ബ്രഹ്മഹത്യാ പാപമൊന്നും വരില്ല, അങ്ങ് ഒരു കാര്യം ചെയ്യും, മകൾക്കും അങ്ങേക്കും സമ്മതമാണെങ്കിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ ഭാര്യയായി തന്നെ എവിടെയോ പോയിരിക്കുകയായിരുന്നു അതാണ്. ഈ കഥയാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അതിലിങ്ങനെ കൊലയിൽക്കൂടെ നടക്കും. അതാണ് ഞാൻ എപ്പോഴും എഴുതിപ്പിക്കുന്നത്, എനിക്കറിയാം അവിടെ ഇരുന്ന് എഴുതുമെന്ന്. ഓക്കെ, അപ്പം അങ്ങക്ക് ബ്രഹ്മഹത്യാ ഭാവമൊന്നും വരില്ല. അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് മകളെ വിവാഹം കഴിച്ചു ഗുരുകുലത്തിലേക്ക് വിട്ടോളൂ. അപ്പോൾ എത്ര വർഷം വേണേലും നിൽക്കാമല്ലോ, പഠിക്കാമല്ലോ അല്ലേ, എനിക്കൊരു അതിൽ ദുഃഖമില്ല എന്ന് പറഞ്ഞു. കാർത്യായനിയാണ് മൈത്രേയിനെ യാജ്ഞവൽക്യ മഹർഷിയുടെ പത്നിയായിട്ട് വിദേഹ രാജ്യത്തു നിന്ന് ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ പത്നി എന്നുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണോ രാമകൃഷ്ണദേവൻ ശാരദാദേവിയെ എങ്ങനെയാണോ കണ്ടിരുന്നത്, കാളി മാതാവായി കണ്ടത്, അതുപോലെ തന്നെയാണ് യാജ്ഞവൽക്യ മഹർഷി മറ്റൊരു സ്ത്രീഭോഗത്തിനോ മറ്റു ഒന്നിനുമായിട്ടല്ല മൈത്രേയിയെ വിവാഹം ചെയ്തത്. നമ്മൾ വിചാരിക്കരുത് ഇവർ മഹർഷിമാരാണ്, അല്ലെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, എത്ര വേണേലും വിവാഹം കഴിക്കുക, എന്നിട്ട് ഇവരെ ജ്ഞാനിയെന്നും യോഗിയെന്നും മഹർഷിയെന്നും ഒക്കെ വിളിക്കുന്നത്. അങ്ങനെ വിചാരിക്കരുത്. യാജ്ഞവൽക്യ മഹർഷിക്ക് ഒന്നിനോടും ഒരു ഭോഗമില്ല. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷിയുടെ വിവാഹം കഴിച്ചു. അവർ വന്ന് ശിഷ്യ എന്ന ഭാവമായിരുന്നു എന്ന് യാജ്ഞവൽക്യ മഹർഷിയെ ജനകസഭയിൽ നിന്നും കണ്ടപ്പോൾ മുതൽ മനസ്സാൽ ശിഷ്യയായി മാറി. അതായിരുന്നു അവസാനം വരെ മൈത്രേയി ശിഷ്യ എന്ന ഭാവത്തോടു കൂടിയാണ് അവിടെ വസിച്ചത്. നമുക്ക് ആ ശിഷ്യയ്ക്കുള്ള ഉപദേശമാണ് എന്ത്? ഈ ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം, മൈത്രേയി ബ്രാഹ്മണം. ബാക്കി നമുക്ക് നാളെ കാണാം. മൈത്രേയി ആരാണെന്നും അവരുടെ സവിശേഷതകൾ എന്താണെന്നും ഒക്കെ പഠിക്കാം. അതിനുശേഷം മൈത്രേയിക്കുള്ള ഉപദേശം തുടങ്ങുകയാണ്. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.